ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോട് അവർക്ക് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ അവർ ചില ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്നു. ചില വ്യക്തികളോട് അവർക്ക് ഭയങ്കര ദേഷ്യം തോന്നുക. ഓക്കെ, അതുപോലെ തന്നെ ചില അഡിക്ഷനിലേക്ക് കടന്നു പോകുക. അതുപോലെ അവർ ചില വ്യക്തികളുടെ കൺട്രോളിലാകുക. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അവർ ചില പ്ലാനുകൾ നടത്തുകയാണ്. കാരണം അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. എന്തായാലും ഒരു തേർഡ് പാർട്ടിയെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ലവ് തേർഡ് പാർട്ടി ആകാം, അല്ലെങ്കിൽ പാരൻസ് ആകാം, ഫാമിലി ആകാം. പക്ഷേ അവരുടെ കൺട്രോളിൽ നിന്നും അവർക്ക് പുറത്തു വരണം, അവർക്ക് സ്വാതന്ത്ര്യം നേടണം, നിങ്ങളിലേക്ക് കടന്നു വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിമിഷം തേർഡ് പാർട്ടിയുടെ കയ്യിലെ കളിപ്പാവയെ പോലെയാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അവർ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്നും പുറത്തു വരണം, നിങ്ങളിലേക്ക് കടന്നു വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നഷ്ടമാണ്. ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ നഷ്ടപ്പെട്ട ആ ഒരു ഫീലിങ്സിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നു. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ മുന്നിൽ എത്രയൊക്കെ ആൾക്കാർ എത്രയൊക്കെ സ്നേഹം കൊണ്ടുവന്നിരുന്നാലും ശരി തന്നെ നിങ്ങൾക്കതെല്ലാം നഷ്ടം തന്നെയാണ്. ഒന്നും അല്ലാതെ ആയി പോകുകയാണ്. കാരണം നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ഒരു മെസ്സേജ്, ഒരു ഹായ് എന്ന് കേട്ടാൽ മതി നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാൻ. ആ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഹെർമിറ്റിൻ്റെ എനർജിയാണ്. ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, ആരും നിങ്ങളുടെ കൂടെ ഇല്ലാത്ത അവസ്ഥ. എന്നാൽ സുഹൃത്തുക്കളില്ല എന്നല്ല, ഉണ്ടായിട്ടും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ നിലവിൽ കാണുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എന്താണ് എൻ്റെ വ്യൂസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇരിക്കുന്ന വ്യക്തികളുടെ പേഴ്സൺ എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്. 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളോട് ഇത് ചെയ്യാൻ പാടില്ലാത്തതോ പറയാൻ പാടില്ലാത്തതോ ആയിട്ടുള്ള എന്തോ കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തങ്ങളിൽ എന്തെങ്കിലും ക്ലോസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് അവർ വീണ്ടും ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ അവർക്ക് നല്ല മിസ്സിങ് എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തതിൻ്റെ ഒരു മിസ്സിങ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ശരിക്കും ഇവിടെ ഒരു ചീറ്റിങ് വന്നിരിക്കുന്നു. വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതായി കാണുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഉള്ളിൽ ഭയമാണ്. അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ആവർത്തിക്കുമോ, അവരെ വിട്ട് നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോകുമോ എന്നുള്ള ഒരു ഭയം കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടും സോറി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തോടും അവരിപ്പോൾ സോറി ചോദിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒന്നിനു മേലെ ഒന്നായിട്ട് തെറ്റുകൾ വന്ന് ആ തെറ്റിനെ മറയ്ക്കാൻ മറ്റൊരു തെറ്റ് കൊണ്ടുവന്ന് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഒളിച്ചോടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു സമയത്തിനായി അവർ കാത്തിരിക്കുന്നു. ശരിക്കും നല്ലൊരു സമയം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ഗ്രോത്ത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും കോഴ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.